അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തൊക്കെയൊക്കെ നോക്കല്ലേ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിനാളെ നമ്മൾ ടൂർ പോയത്. നമ്മൾ കടലും അതേമാതിരി കായലും ബോട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ഇട്ടിനി. അതിപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു. ആകെ 10-28 ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം നമ്മളിപ്പോൾ ഇനി ഒരു കാര്യം തീരുമാനിച്ചിരിക്കണേ. ഇനിയിപ്പോൾ ടൂർ പോണ വീഡിയോ ഒന്നും ഇപ്പോൾ നമ്മളിനിപ്പോൾ ഇതിലിടുന്നില്ല, ആർക്കും പറ്റണില്ല തോന്നുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ചോറും കൂട്ടാനൊക്കെ വെക്കണ വീഡിയോ കൊണ്ടാട്ടം വന്നിക്കണത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഞ്ഞിട്ട് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ചങ്ങായിമാർക്കും ചങ്ങാഴ്ചയാക്കൊക്കെ ഒന്ന് വാട്സപ്പ് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഏതായാലും ചായക്ക് കടിയെന്ന് വെച്ചാൽ ചീയപ്പാണ് കേട്ടോ. അപ്പോൾ ചീയപ്പൊക്കെ നമ്മൾ ചൂടാല്ല അരിയൊക്കെ നമ്മൾ കഴുകി മിക്സിയിലിട്ട് നല്ലോണം നരച്ചെടുത്തിക്കണം കേട്ടോ. ഇഞ്ഞിട്ട് പിന്നെ നമ്മളെന്താട്ടി അതിക്ക് കുറച്ച് ചൂടുവെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം പാർന്ന് കൊടുത്താൽ തന്നെ ഒട്ടണ അരിയൊക്കെയാണ് വെച്ചെങ്കിലല്ലോ കുറച്ച് ചൂടായ വെള്ളം പാർന്ന് കൊടുത്താൽ നല്ല അപ്പയിക്കാരം. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് കാട്ടിയെടുത്തിക്കണം കേട്ടോ. പിന്നെ ഇപ്പം ഈ അപ്പത്തേക്ക് കൂട്ടാൻ എന്താ വെച്ചാൽ നമ്മൾ മമ്പയർ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കണ്ട് തീമ വെച്ചിക്കണം, കുറച്ച് പെരിഞ്ചീരകവും തീമ വെച്ചിക്കണം കേട്ടോ നമ്മൾ കുക്കറിൽ. അപ്പോഴത്തേന് നമ്മളെ ചായ ഒന്ന് തിളച്ച് വന്നിക്കണം. അപ്പോൾ നമ്മൾ ചായപ്പൊടിയും പഞ്ചാരി ഇട്ടിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങോട്ട് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്കത് മാങ്ങിയേക്കാം. അപ്പോൾ നമ്മളെ അടുപ്പത്തെ വെണ്ണൂറൊക്കെ വാരി നമ്മൾ തിജ്ജൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിക്കണം കേട്ടോ. നമുക്ക് അപ്പം ചൂടണ്ടേ. അപ്പോൾ ചട്ടി വെച്ചെടുത്തിക്കണേ. അപ്പോഴത്തേന് നമ്മളെ സിയാബാക്കാക്കുണ്ടല്ലോ അപ്പം മാണ്ടാറിന് ചപ്പാത്തി അതീനി. അപ്പം ഞാൻ എന്താട്ടി ചപ്പാത്തി പരത്തി വെച്ചീനി കേട്ടോ. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മൂപ്പരാക്കാക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്ത് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും പിന്നെ മമ്പയറും കൂട്ടാനായിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ആ മമ്പയർ ഇപ്പം ഒന്ന് തൂമിച്ചൊന്നും മടച്ചിച്ച് അങ്ങനെ തന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മമ്പയർ അങ്ങനെ കൊടുത്തിക്കണം കേട്ടോ. തൂമിച്ചാനൊന്നും നിന്നിട്ടില്ല. ഇനി നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തൂമിച്ചാൽ. അപ്പോൾ അങ്ങനെ ഞാൻ ചായയൊക്കെ കൊടുത്ത് നമ്മൾ അപ്പം ചൂടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഓരോ കയ്യിലും അങ്ങോട്ട് പാർന്നെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം പാർന്നാൽ എന്താണെന്ന് പറയാം, ഒട്ടണ അരിയൊക്കെ ആണെച്ചെങ്കിൽ നല്ല അപ്പമായി കണ്ട് വരും. അപ്പോൾ കണ്ടങ്ങൾ ഒട്ടണ അരിയാകുമ്പോൾ അപ്പത്തിനൊരു ഒട്ടലേക്കാരം. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പത്തിന് ഒട്ടലൊന്നും ഉണ്ടാവില്ല. അത് എഴുതിക്കാണ് നല്ല തിളച്ച വെള്ളം പാരാനും നിൽക്കണ്ട കേട്ടോ, കുറഞ്ഞൊരു വെള്ളം പാർന്നാൽ മതി. അങ്ങനെ നമ്മൾ ഇതാക്കണേ നമ്മളെ അപ്പമൊക്കെ ചുട്ടഴിഞ്ഞിങ്ങനെ കേട്ടോ. അപ്പം ചൂടിന എല്ലാ വീഡിയോസും ഇപ്പോൾ എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ പിരാന്ത് പിടിച്ചൂലേ. എത്തപ്പപ്പോൾ വെറും ഒരു അപ്പം ചൂടിനെ കാണിച്ചു തരാൻ എഴുതിക്കാണ്ട്. അപ്പോൾ പാരിനെ മാത്രമേ ഉള്ളൂ, എടുക്കണമെന്ന് ഇപ്പം ഞാൻ കാട്ടിയിട്ടില്ല, കുറേയൊക്കെ വെട്ടി ചെറുതാക്കിയതാണ്. പിന്നെ അപ്പമൊക്കെ ചുട്ടഴിഞ്ഞാണ്ട് ഞാൻ ചോറ്റിന് വെള്ളം വെച്ചിക്കണേ. അപ്പോൾ പിന്നെ മക്കൾ വെള്ളിയാഴ്ച സ്കൂൾക്ക് പോയിട്ടില്ലേ ഇനിയല്ലോ, നമ്മൾ ഇങ്ങോട്ട് പോയില്ലേ എറണാകുളത്തേക്ക്. അപ്പോൾ മിന്നുട്ടിക്ക് ലീവ് ലെറ്റർ വേണം. അപ്പോൾ ഞാനത് എഴുതി വെക്കാം. അപ്പോൾ സാനുട്ടൻ അതിൻ്റെ ഇടയിൽ പോയിക്കണം. അപ്പോൾ എനിക്ക് ലീവ് ലെറ്റർ മാണടാ വെച്ചപ്പോൾ ഓൻ പറഞ്ഞിച്ച് മാണ്ടം വെച്ച് ചെയ്യാൻ. മിന്നുട്ടി പറഞ്ഞിച്ച് മാണട്ടോ പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഗ്രൂപ്പിലിട്ടിക്കണം കേട്ടോ, അങ്ങനെ ലീവ് ലെറ്റർ കൊടുത്തേക്കണം വരാത്ത കുട്ടികൾ എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ ലീവ് ലെറ്റർ എഴുതാണ്. പിന്നെ നമ്മൾ എറണാകുളത്തേക്കൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് നമ്മളൊക്കെ സ്കൂൾക്ക് പോയെന്ന് ലീവ് ലെറ്ററിൽ പനിയും തലവേദന എഴുതിയത് കാര്യം പൊള്ള എഴുതി വെച്ചിനി. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ സത്യം തന്നെ എഴുതിയിരിക്കണം കേട്ടോ, നമ്മൾ എറണാകുളം വരെ പോയതാണ് എന്നുള്ളത്. അങ്ങനെ ലീവ് ലെറ്ററൊക്കെ എഴുതി വെച്ചിക്കാണ്ട് ഞാൻ എന്താട്ടി വേഗം പാത്രം മോറാൻ വേണ്ടി നിന്നിക്കണം കേട്ടോ. അപ്പോൾ ഓളെ മാറ്റി ഒരുക്കി നിർത്തിയിരിക്കണേ. അപ്പോൾ ലീവ് ലെറ്ററും എഴുതാൻ മറക്കാക്കാനാണ് വേഗം എഴുതിയത്, അല്ലെങ്കിൽ അത് മറക്കും. പിന്നെ ഓളിങ്ങനെ നൂരോളിച്ചൽ തുടങ്ങും. പിന്നെ ഓക്ക് ടീച്ചർ എത്തുന്ന അടിയും കിട്ടും കൊണ്ട് ചെല്ലാഞ്ഞാൽ. അപ്പോൾ അതാക്കണോ സിയ തിരഞ്ഞു നിൽക്കണം കേട്ടോ. അപ്പോൾ രണ്ടാളും ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും പോയിട്ട് നമ്മൾ അകടിച്ചു വരണം, തുടക്കണം, പാത്രം മോറിലിപ്പോൾ കഴിഞ്ഞിക്കണമല്ലോ.
അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു വരികയാണ് കേട്ടോ. ഇനി പിന്നെ മക്കളാണ് പോയി കഴിഞ്ഞാൽ ഓരോരോ പണികളൊക്കെ അങ്ങനെ തുടങ്ങാം. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ജിനുവിന് പോകാനൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ചോറിന്ന് കുറച്ച് ഓലൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് തന്നെ നമ്മൾ ചോറ് ചെയ്യുമ്പോട്ടിരിക്കുന്നത്. അപ്പോൾ അരിയൊക്കെ നല്ലോണം കഴുകി ഞാൻ വെള്ളം തിളച്ച് വന്നിക്കണേ. അപ്പോൾ ഞാൻ അതിക്കിഞ്ഞ് അരി ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോത്തിന് തിജ്ജ് കെട്ടും ചെയ്തിക്കണ്. അപ്പോൾ അതൊന്ന് ഊതി കത്തിച്ചും വേണം. അങ്ങനെ അതൊന്ന് ഊതി കത്തിച്ചിക്കണം കേട്ടോ. ചില നേരത്ത് നമ്മളെ തിജ്ജിനൊരു കൊമ്മലയാണ്. അതിനും വേണ്ടി ചില നേരത്ത് നല്ലോണം കത്തും. ആ അപ്പം ചുട്ടപ്പം എന്തൊരു നല്ല ഉഷാറായിട്ടാണ് കത്തിയത്. ഇപ്പം കണ്ടില്ലേ, കെട്ടോണോ അങ്ങനെ നിൽക്കും. ഏതായാലും നമ്മൾ അരിയൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിന് കുറച്ച് വെള്ളമുണ്ട് കോരി വെക്കണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ തിജ്ജിനൊരു ചിത്താന്താണ്. അപ്പോൾ തിളച്ച് ചിന്തിയാൽ പിന്നെ പറയും വേണ്ട. അങ്ങനെ നമ്മൾ ചോറ്റിനൊക്കെ നല്ല തിജ്ജൊക്കെ കത്തിച്ച്. അപ്പം മീനുണ്ടായിനി കുറച്ചുകൂടി ബത്തിൽ. ഞാനത് വെള്ളത്തിലിട്ടേക്കാൻ മറന്നീനി. അപ്പോൾ കുറച്ച് നേരം ഏതായാലും അത് വെള്ളത്തിലിട്ടിച്ചിക്കണം കേട്ടോ. ഇനി നമുക്കത് നന്നാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ തങ്കും ഇങ്ങനെ വന്ന് നോക്കിക്കൽ തുടങ്ങിയിരിക്കണ്. മീൻ നന്നാക്കാനായോ ചോദിച്ചിക്കാണ്ട്. ഏതായാലും ഓള് കണ്ടോ, ഞാൻ ആ മീൻ കൊണ്ട് വന്നപ്പോൾ ഓളും ചെത്തിക്ക് വരിക. ഏതായാലും ഞാൻ പുറത്തേക്ക് ഇരുന്നേക്കണം കേട്ടോ. ഇനി നമുക്ക് മീൻ നന്നാക്കാം. അപ്പം നന്നാക്കണേ ഞാൻ ഓക്ക് അങ്ങനെ തലയിട്ട് കൊടുക്കും കേട്ടോ. എന്നാൽ പിന്നെ അത്ര കൂടി ഇങ്ങനെ നിൽക്കില്ല, ഒന്നിച്ച് കൊടുക്കണ്ടല്ലോ. അല്ലെങ്കിൽ ഓൾ ഇങ്ങനെ നൊരോളിച്ച് നമുക്ക് ചൂടെ കാനയക്കൂല. അങ്ങനെ മ്യാവ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പേകിക്കൊണ്ട് നിൽക്കും. അപ്പോൾ അതങ്ങനെ നന്നാക്കണേ ഓക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ ഓളെ നൊരോളി കേൾക്കും വേണ്ട, നമ്മളതിൽ മീൻ തല കൊന്നുകൂടി കിടക്കില്ല. അപ്പം അങ്ങനെ ഞാൻ മീനൊക്കെ ഇങ്ങനെ നന്നാക്കി തലയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോളിട്ടോ എന്താണ് എന്നുള്ളത്. കണ്ടോ ഓളെ കുട്ടികളാണിത്. ഓള ആ പെരപ്പുറത്ത് കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് 2 അതിൻ്റെ മേലെയുണ്ട്, 2 താഴെയുണ്ട്. കണ്ടോ. അപ്പോൾ ഓളിപ്പോൾ ആ കുട്ടികളെ അവിടെ നിന്ന് എടുക്കാതെ ഓള് മുണുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ കുറേ ചീത്ത അറിഞ്ഞിരിക്കണം ഓളെ. ജൈറ്റകൾ അവിടെ ഇട്ടുകാണ്ട് ഇറ്റകളെ 2 നിമ്പളിയും കൊണ്ടുവന്നിട്ടുകാണ്ട് ചിലക്കാ കൊണ്ട് വന്നോന്നൊക്കെ പറഞ്ഞിരിക്കണേ. ഏതായാലും പിന്നെ മൂപ്പത്തിയേരുണ്ടല്ലോ അവിടെ നിന്ന് കൊണ്ടുപോയി വേറൊരു പെരയ്ക്ക് കൊണ്ടുപോയി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇറ്റങ്ങ നൊരോളിച്ചിന് കേട്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊറുതിയേട്. അപ്പോൾ ഏതായാലും 4 കുട്ടികളാണ് നോക്ക്. ഇനിയിപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാവുമല്ലേ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല. കുറേ കുട്ടികളുണ്ടായിനി. ഒക്കത്തിന് ഓള് പട്ടിയൊക്കെ കൊടുക്കും. ഓളിങ്ങനെ ഒന്നിനാത്രം പോകുന്നാണ്ടാവുമ്പോൾ ഓള് കൊണ്ടിറങ്ങും. എന്നിട്ട് പിന്നെ അത് പട്ടികൾ ഇങ്ങോട്ട് കടിച്ചുണ്ടാവും. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടായിനി. ഇപ്പോൾ ഒറ്റൊരു കുട്ടികളും ഇല്ല ഓക്ക്. ഇപ്പം അങ്ങനെ ഈ 4 കുട്ടികളുണ്ട്. ഇനിയിപ്പോൾ ഇതും അങ്ങനെ തന്നെ ഇക്കാരം കുറച്ച് കഴിഞ്ഞാൽ പട്ടിയൊക്കെ കൊടുക്കും. അപ്പോൾ വല്ലാത്തൊരു പൊറുതിയേടാ. അങ്ങനെ നമ്മൾ ഇതാക്കണേ, നമ്മളെ മീനൊക്കെ നന്നാക്കി വന്നപ്പോത്തിന് നമ്മളെ ചോറൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഇങ്ങോട്ട് ഊറ്റിയെടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ചെമ്പട്ടി ഒന്ന് വെള്ളം വറ്റിച്ചാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ, ചെണ്ണിയാൾ ഈ ചെമ്പട്ടി കളയാനേ തോന്നൂല. കാരണം കുറച്ച് ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് ഊറ്റിയിടാനുണ്ടല്ലോ പറ്റിയൊരു ചെമ്പട്ടിയാണ് കേട്ടോ. അതിൻ്റെ മൂന്ത പൊയ്ക്കണമെന്നുള്ളൂ, വല്ലാത്തൊരു കുഴപ്പമോ ആ ചെമ്പട്ടിക്കില്ല കേട്ടോ. എന്താ അറിയില്ല, അത് കളയാൻ തോന്നൂല. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നലുണ്ടോയെന്ന് വെച്ചാൽ പറയാനും പൊടിയാടില്ല. ഏതായാലും ഞാനുണ്ടല്ലോ ആ മീൻ നന്നാക്കി വെച്ചിക്കാണ്ട് പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടീന് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും മീൻ പീര വറ്റിച്ചാന്നൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നാൾ തന്നെ പൊരിച്ചപ്പോൾ നമ്മളെ സിയാവാക്ക പറഞ്ഞേ എന്തിനേ പൊരിച്ചത്, മീൻ പീരച്ചാൽ പോരേനി പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ അത് കാട്ടാം. മീൻ പീരറ്റിച്ച കുറച്ച് മീൻ പിടിച്ചിൽ മിഞ്ഞാന്ന് നമ്മൾ പൊരിച്ചീൻ്റെ ബാക്കി കുറച്ചുണ്ട് കേട്ടോ. അത് മക്കൾക്ക് പൊരിച്ചും കൊടുക്കാം, സ്കൂൾക്ക് പോയിക്കണമല്ലോ. അപ്പോൾ മക്കളൊക്കെ ഇനി വൈകുന്നേരം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാണ് വൈകുന്നേരത്തിന് ഒരിക്കൽ പൊരിച്ചും ചെജ്ജാ ഇത് പീരറ്റിച്ചും കരുതായി കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ രാവിലെ ഞാൻ ഒത്തുനിന്ന് തന്നെ പൊളിച്ചൽ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാച്ച് പേടിയാണ് രാവിലെ, അഥവാ വല്ല കള്ളന്മാരും ഉണ്ടെങ്കിലോ അപ്പോൾ പേടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരം പൊളിക്കുമ്പോൾ തേങ്ങ പൊളിച്ചുമ്പോൾ ഔത്ത് പൊളിച്ചലും. പിന്നെ ഇന്ന് പുറത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ പൊളിച്ച് കഴിഞ്ഞാൽ പാര ഞാൻ ഔത്ത് കൊണ്ടേക്കും. കാരണം അഥവാ നമ്മൾ പാരയൊക്കെ പുറത്ത് വെച്ചാലേ വല്ല കള്ളന്മാരും വന്നുകൊണ്ട് നമ്മളെ പാരേറ്റൊക്കെ പാതിൽ കുത്തി പൊളിച്ചുണ്ണിയാണ്. അങ്ങനെ ഓരോ വാട്സപ്പിലൊക്കെ ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ വരലുണ്ട്. കത്തി, പാര, വിക്കാസ് ഒന്നും പുറത്തിടരുത്, അതൊക്കെ എടുത്തുകൊണ്ട് ചിലപ്പോൾ വല്ല കള്ളന്മാരും കുത്തി പൊളിച്ചാലോ. അപ്പോൾ അത് എഴുതിക്കാണ്ട് ഞാൻ എപ്പോഴും പാര ഞാൻ ഔത്ത് കൊണ്ടേക്കല കേട്ടോ. തേങ്ങ പൊളിച്ച് കഴിഞ്ഞാൽ
അങ്ങനെ നമ്മൾ തേങ്ങ പൊട്ടിച്ച് വെള്ളമൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമുള്ളതിന് നല്ല മധുരമല്ല വെള്ളം തന്നെയാളെ, വെള്ളം വറ്റാനേക്കണം കേട്ടോ തേങ്ങീത്ത, അതുകൊണ്ടാണ് നല്ല മധുരം. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടിയാണ്. വെള്ളത്തിനപ്പം അത്ര മധുരം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തേങ്ങക്ക് അത്ര മധുരം ഉണ്ടാവും. ഏതായാലും ഞാനൊരു തുള്ളി തൊള്ളിലേക്ക് ഇട്ടിക്കണേ, പറഞ്ഞ പോലെ തന്നെ. എന്തൊരു രസമെന്നറിയാം തേങ്ങ, അതൊക്കെ കുറച്ച് പഞ്ചാരയും കൂടി ഇട്ട് ഇങ്ങനെ തിന്നണം. അപ്പോൾ എന്തോ ഒരു രസമാണെന്നറിയോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഞാൻ അപ്പോൾ അതിനൊന്നും നിന്നില്ല, ഏതായാലും തൊള്ളിലേക്ക് ഒരു നുള്ളിട്ടില്ലേ, ഇനി ചിരണ്ടുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതൊന്നും കട്ടി നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിൽ ഇട്ടിക്കണേ, അപ്പോൾ ഒന്ന് ചതക്കട്ടെ കേട്ടോ. അപ്പോൾ ഒന്നും കണ്ട് ചതഞ്ഞാൽ മാത്രം മതി, പിന്നെ നല്ലോണം അരയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ആ പുളി ഇതാക്കണേ വെള്ളത്തിലിട്ട് ചീനിയല്ലോ, അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് കജ്ജോണ്ടൊന്ന് ഉണ്ടി ഇങ്ങോട്ട് എടുത്തുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ കുരൊക്കെ ഒന്ന് മാറ്റിയിട്ടിക്കണേ. പിരിച്ച കുറച്ച് പിന്നെ നമ്മൾ കുറച്ച് മുളകും പൊടി ഇടൂല കേട്ടോ അതിലേക്ക്, പിന്നെ മഞ്ഞപ്പൊടിയും പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. മുളകും പൊടി ഇടൂല പറഞ്ഞപ്പോഴാണ് മക്കളെ നമ്മളുണ്ടല്ലോ അത് ചതച്ചപ്പോൾ മുളക് ഇടാൻ മറന്നിക്കണേ. അതിൽ പിന്നെ നമ്മൾ പിന്നെ എന്താട്ടിന്നറിയോ, ഇനിയിപ്പോൾ അതേതായാലും പൊടിച്ച് കഴിഞ്ഞില്ലേ, അതിലാണ് നമ്മൾ പച്ചമുളക് ഇടാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മറന്നതാണ് എത്തപ്പോൾ കാട്ടണത്. ഇതൊക്കെ കാട്ടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കജ്ജോണ്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചൊന്ന് ഇങ്ങോട്ട് നാമച്ച് വെക്കുമല്ലോ ഉപ്പുണ്ടോ എന്ന് നോക്കുമ്പോൾ, അപ്പോഴാണ് എരിവില്ലാത്തത് അറിയണത്. അപ്പോഴാണ് മുളക് ഇട്ടില്ലല്ലോ മക്കളെ, അപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിച്ചത് എന്തിപ്പോൾ ഇതിന് മുളക് എരിവില്ലാത്തത്. പച്ച കളർ കണ്ടും ചെയ്ത്, അപ്പോൾ കരിവേപ്പിൻ്റെ കളറല്ലേ. പിന്നെയാണ് ഞമ്മക്ക് ഓടിയതേ പച്ചമുളക് ഇടാത്ത. അതിലേതായാലും വേഗം പച്ചമുളക് എടുത്തുകാണ്ട് നല്ലോണം ഒന്ന് ചതച്ചെടുത്തുകാണ്ട് അയക്കാൻ ഇട്ട് കൊടുത്തേക്കണം. തീ വെക്കാഞ്ഞേ ഭാഗ്യം, തീ വെച്ചിക്കണമെങ്കിൽ പിന്നെ രണ്ടാമത് ഇട്ടുകാണ്ട് പിന്നെ ഒന്നുകൂടി ആകുമ്പോഴത്തേന് മീനൊക്കെ ഒന്ന് വെന്ത് ഓടി. അപ്പോൾ ഞാൻ വെച്ചതാണ് അപ്പോൾ കഴിച്ചിലായത്. അപ്പോൾ കുറച്ച് മഞ്ഞളുടെ കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടാഞ്ഞാൽ മീനായാലും ഇറച്ചിയായാലും കോഴി ആയാലും ഒക്കെ വെളിച്ചാട്ടി കൊണ്ട് നിൽക്കും ഒരു വെള്ള കളറായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് തീ വെച്ചിക്കണേ. പിന്നെ നമ്മൾ കുറച്ച് കയ്പ്പങ്ങ ഉണ്ടായിനല്ലോ, അപ്പോൾ ആ കയ്പ്പങ്ങ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് പാത്താക്കാൻ പറ്റില്ല, കാരണം അല്ലെങ്കിൽ തന്നെ ചീഞ്ഞ് തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് 100 ഉറുപ്പ്യക്ക് വാങ്ങിയത് തന്നെയാളെ ഉള്ളൊക്കെ പൂത്തിക്കണ്, ചിലതൊക്കെ ചീഞ്ഞാനും തുടങ്ങിയിരിക്കണ്. അപ്പോൾ അത് അന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരാൾ കമൻ്റ് ഇട്ടിക്കണ് ചീഞ്ഞ പച്ചക്കറി വാങ്ങിപ്പോന്ന് കാണുമെന്നുള്ളത്. കൊണ്ടുവന്നപ്പോൾ ചീഞ്ഞിട്ടൊന്നുമില്ല, ഇനി പിന്നെ കണ്ടീനി അതിങ്ങോട്ട് പൂത്തിട്ടാണ് തോന്നുന്നുണ്ട് ചീഞ്ഞ മാതിരി ആയതേ. ഏതായാലും നമ്മൾ നല്ലതൊക്കെ നോക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, ആകാത്തതൊക്കെ പിന്നെ നമ്മളൊന്ന് ചെത്തി ഒഴിവാക്കുകയും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കയ്പ്പങ്ങയൊക്കെ നല്ലോണം ചെറുതാക്കി ഇങ്ങോട്ട് അരിഞ്ഞെടുത്തേക്കണേ. അപ്പോൾ ഇതാക്കണം കേട്ടോ നമ്മളാ കയ്പ്പങ്ങ. പിന്നെ നമ്മളെ മീൻ ഇതാക്കണം, പീര വറ്റിച്ചത് വെള്ളമൊക്കെ വറ്റി വന്നിക്കണം കേട്ടോ. ഇനി നമ്മൾ മീൻ വാങ്ങി വെച്ചിക്കണേ. പിന്നെ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഒന്നും പാരേണ്ട ആവശ്യമില്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിക്കണല്ലോ. പിന്നെ കയ്പ്പങ്ങ വെക്കാൻ ഒരു വല്ലുള്ളിയും പച്ചമുളകും കരിവേപ്പും ഇട്ടുകാണ്ട് വാട്ടി വെച്ചിക്കണേ. ഞങ്ങൾക്ക് നമുക്ക് കയ്പ്പങ്ങ ഇട്ട് കൊടുക്കട്ടോ, ഉള്ളി ഒന്ന് വാടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അന്ന് കൊടുന്ന പച്ചക്കറിയിൽ ഒരു മത്തൻ്റെ ഒരു കണ്ടുണ്ടേനി, അപ്പോൾ ഇനി അതുകൊണ്ട് ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് കണ്ട് ചാറും വെക്കാം. മത്തനൊന്നും ചാറ് ഇപ്പം എങ്ങനെ രസത്തിലും കൊസിയിലും വെച്ചിട്ട് ഒരു കാര്യമല്ല, ഇവിടുത്തെ മക്കൾ കൂട്ടൂല. ഐറ്റങ്ങൾക്കൊക്കെ വല്ലാത്ത പറമാണന്മാരാണ്, അങ്ങനത്തെ ഒരു സ്വഭാവം. ഒറ്റൊന്നിനും ചാറ് വേണ്ട. നമ്മളെ സാനുട്ടനൊക്കെ എല്ലാ പണി എന്താണെന്നറിയാം, പറ്റാത്ത ചാറാണെന്ന് കണ്ടാൽ അപ്പം പറയും എന്താ വെച്ചിയ ചാറ് മത്തനാണ്, ഇച്ചി കഞ്ഞിയതി. അപ്പോൾ മറ്റോളോട് ചോദിച്ചാൽ എനിക്ക് ചാറ് വരട്ടെ, ഇച്ചി പൊളിച്ചെണ്ണി ഉപ്പും മതി. അങ്ങനെ മറ്റോൻ്റെ പിന്നെ പറയും വേണ്ട വലിയവൻ്റെത്. ഓന് പറ്റിയ ചാറൊക്കെ ആണെച്ചെങ്കിൽ തെളി ഇങ്ങനെ മുക്കിപ്പാരും, പറ്റാത്തതാണെങ്കിലോ വേണ്ടേനു. അപ്പോൾ ഓന് വല്ല ഉള്ളി കൂട്ടാനോ തക്കാളി കൂട്ടാനോ മതി. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ ആ ചാറിൻ്റെ തെളിയൊക്കെ മൂപ്പരൊക്കെ പറന്നിക്കണം കേട്ടോ, അത് കുറച്ചൊക്കെ പറ്റിക്കണോണ്ടുണ്ട്. പിന്നെ ഉള്ളി വാടിയപ്പോൾ ഞാനുണ്ടല്ലോ നമ്മളെ കയ്പ്പങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ തേങ്ങയും കാര്യമൊന്നും ഇടുന്നില്ല, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ വെക്കണത്. അപ്പം ഇനി നമുക്ക് ഒന്ന് അമ്പിച്ച് വെച്ചുകാണ്ട് നമുക്കാണ്ട് മൂടി വെക്കട്ടോ. ഞാൻ അവിടെ കിടന്നങ്ങനെ
ആവിയിൽ കടന്ന് അങ്ങനെ വന്നോളും. പിന്നെ ഞാൻ കുറച്ച് ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടിക്കണം കേട്ടോ, നാളേക്കൊക്കെ രാവിലേക്കൊക്കെ. അപ്പം അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചിക്കണ്. പിന്നെ മത്തനൊന്ന് നല്ലോണം ഒന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ കേൾക്കാതെ അരിഞ്ഞിരുന്നത്. പിന്നെ മത്തനക്കുണ്ടല്ലോ ഞാൻ മുളകും പൊടി അല്ല ഇട്ടെടുത്തുക്കണേ, പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കണ്ടാണ് തീ വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചാറ് നമ്മളെ അയലോക്കത്ത് എൻ്റെ കുടിയിൽ കേട്ടോ, അയലോക്കത്ത് ചേച്ചി ഇങ്ങനെയാണ് ചാറ് വെക്കൽ മത്തന്. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ്, എങ്ങനെ ഉണ്ട് എന്നൊക്കെ മക്കൾക്കും നമ്മൾ കൂട്ടിയിരിക്കണ്, നമുക്ക് ചേച്ചി തരലുണ്ടേനി കേട്ടോ. അപ്പോൾ അതേമാതിരി ഞാനൊന്ന് വെച്ചതാണ്. അപ്പോൾ തേങ്ങയും ജീരുള്ളിയും നല്ലീരകവും അരച്ചിക്കണം കേട്ടോ. ഇനി മത്തം തന്നെയാണ് വെന്തിട്ട് നമുക്ക് അതിക്ക് പാർന്ന് കൊടുക്കാം. അപ്പോൾ അതാക്കണേ നമ്മൾ മത്തനൊക്കെ വെന്തിക്കണം കേട്ടോ. ഒരൊറ്റ വിസിലുമ്പോൾ ഞാനത് നിർത്തിക്കണം കേട്ടോ. നല്ലോണം വിസിലടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ മത്തനൊക്കെ ഉണ്ടല്ലോ കൂട്ടാനായി മാറും. അപ്പോൾ പിന്നെ ഒരു കണ്ടം തിന്നാൻ കിട്ടൂല മത്തം. അപ്പോൾ പിന്നെ ഞാൻ ഒരു വിസിലുമ്പോൾ നിർത്തിയതുകൊണ്ട് തന്നെ നല്ലോണം ഒന്നും വെന്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ മൂക്കാത്ത മത്തനും അല്ലേ. പിന്നെ അതാക്കണേ നമ്മൾ തേങ്ങയൊക്കെ അതിക്ക് പാർന്നു നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും കുറച്ച് വെള്ളം കൂടിയോ എന്നൊരു സംശയം എണ്ണയാളെ. നമ്മളെ പുതിയാപ്പിളകാക്ക വന്ന് കണ്ടറിഞ്ഞ് എത്ര വരിവെള്ളം ചാറ്റുകൂടിയാണ് ഒലിച്ചു പോയത് വെച്ച് വെള്ളം കൂടിയിട്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞ് തേങ്ങ അരച്ചിക്കാണ്ട് ജാറ് കേക്ക് പറഞ്ഞപ്പോൾ വെള്ളം കൂടിയതാണ് മനസ്സാറിന്. ഏതായാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങോട്ട് കുറുകി കേട്ടോ. മത്തനല്ലേ വെക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആയാലും പിന്നെ തണുത്ത് കഴിയുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കും, ചാറ് കുറുകിക്കൊണ്ട് നിൽക്കും. പിന്നെ ഏതായാലും ഞാൻ എന്താട്ടി നമ്മൾ കടുക് വറുത്തുക്കണേ, പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തുക്കണേ. അപ്പോൾ തിജ്ജ കയറിയപ്പോൾ ഞാൻ തിജ്ജാണ്ട് ഓഫാക്കീനി. പിന്നെ ഇപ്പോൾ ആ കരിവേപ്പിൻ്റെ ഇലൻ്റെ മണം ചൂരൊക്കെ കിട്ടണമെങ്കിൽ ആ എണ്ണയിൽ കടന്നുങ്ങാണ്ട് ഒന്നും കൂടി ഒന്ന് മൂക്കണം, എന്നെങ്കിലേ അതിൻ്റെ മണവും ചൂരൊക്കെ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയോ, തിജ്ജ ഒന്നും കൂടിയാണ് കത്തിച്ചു കൊടുത്തുക്കാണ്ട് ആ കരിവേപ്പിൻ്റെ ഇലൻ്റെ ആ ചൂരും മണമൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ എഴുതിക്കാണ്ട് ഒന്നും കൂടിയാണ്ട് തിജ്ജ കത്തിച്ചിക്കാണ്ട് ഇളക്കി കൊടുത്തേക്കണേ. കരിയാനും പറ്റൂല, കരിഞ്ഞാൽ പിന്നെ കരിഞ്ഞ ചൊയ്യക്കാരം. പിന്നെ ഞാനതൊക്കെ പാർന്ന് കൊടുത്തേക്കണേ ചാറ്റി കേട്ടോ. അപ്പം നമ്മളെ ചേച്ചീൻ്റെ സ്പെഷ്യൽ കറി റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര തൃപ്തി കഴിഞ്ഞിട്ടോ ഈ ചാറ് ചേച്ചി തരുമ്പോൾ. അപ്പോൾ അങ്ങനെ ചാറ് കണ്ടില്ലേ, നമ്മളെ പുതിയാപ്പിളകാക്ക പറഞ്ഞ മാതിരി തന്നെ വരിവെള്ളം ചാറ്റുകൂടി ഒലിച്ചെന്ന് കൊണ്ട് മഴ ചെയ്തപ്പോൾ. അപ്പം അങ്ങനെ ചാറായി, മീനായി, കയ്പങ്ങ ഉപ്പേരിയായി, പിന്നെ നമ്മൾ വീതനയും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്തെ പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഗ്യാസാണ്ട് ഓഫാക്കിയിടും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഇങ്ങനെ ഗ്യാസിൻ്റെ ഒരു വാസന ഇങ്ങനെ വരുന്ന മാതിരിയാണ്. അതിപ്പോൾ പോണുണ്ടോ ഇല്ലേന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല. ഇപ്പം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നല്ലേ. ഞാൻ ഏതായാലും ഗ്യാസാണ്ട് ഓഫാക്കിയിടും. അതിനിപ്പോൾ നമുക്ക് വലിയ മുടക്കമൊന്നുമില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കള ഒന്ന് തുടച്ചെടുത്തിക്കണേ, മീൻ പൊരിച്ചും വേണം. പിന്നെ അതാക്കണ എണ്ണയാളെ ഇനി നമുക്ക് കക്കൂസും കുളിമുറിയൊക്കെ ഒന്ന് മോറണം. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ ഇമ്മാൻ്റെ എത്തുന്നൊരു കുപ്പി കൊടുന്നതാട്ടോ. ഇതിന് 100 ഉറുപ്പ്യാണ് വില. ഇൻ്റെ അമ്മയൊക്കെ പറഞ്ഞ്, ഇൻ്റെ അമ്മയും ജൻസത്തെയൊക്കെ പറഞ്ഞ് നല്ലൊരു സാധനമാണ് ഇതൊക്കെ എടുത്ത് ബാത്റൂം മോറിയാൽ ആറ്. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഒഴിച്ചു കൊടുത്തുകാണ്ട് നമ്മൾ ആ ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് കൊണ്ട് ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാതും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കട്ടോ. ഇഞ്ഞിട്ടുണ്ടല്ലോ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഉരച്ചുകാണ്ട് മോറിയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതെല്ലാവരും കൊണ്ടുപോകണുണ്ട്, നല്ല സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചമ്മ. അപ്പം ഞാനും ഒന്ന് കൊണ്ടുവന്ന് നോക്കിയതാണ്, എങ്ങനെ ഉണ്ട് എന്നിപ്പോൾ ഞമ്മക്കൊന്ന് നോക്കണമല്ലോ. അപ്പം ഞാൻ എന്താട്ടി ഒരു കുപ്പി ഞാനും വാങ്ങിക്കണേ. ഇനി നല്ലോണം ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് ആക്കിയിട്ട് അവിടേക്കും ഇവിടേക്കൊക്കെ കൊണ്ട് ആക്കണമല്ലോ. അപ്പം അങ്ങനെ ആക്കി പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടല്ലോ നല്ലോണം ഒന്ന് ഇങ്ങോട്ട് ഉരച്ചിട്ടിക്കണം കേട്ടോ. കൊടുന്ന് നല്ലോണം ഇങ്ങോട്ട് ഉരച്ചിട്ട് നമ്മൾ വെള്ളമാണ് പാർന്ന് നോക്കി. അപ്പം എണ്ണയാളെ ഇങ്ങോട്ട് നോക്കാണ് ഇഞ്ച ക്ലോസറ്റിൻ്റെ ഒക്കെ ഒരു ചൊറുക്ക് കണ്ടോ, കടന്നുറങ്ങപ്പം നമ്മളെ കക്കൂസിൽ. അത്രത്തോളം നല്ല അടിപൊളി സാധനമാണ് ഇട്ടത്. നല്ലോണം ഉഷാറായിക്കണേ നമ്മളെ ബാത്റൂമൊക്കെ, സൂപ്പറായിക്കണേ. അപ്പോൾ ഏതായാലും നമ്മൾ തിരുമ്പലും കുളിയും ബാത്റൂമും ഒക്കെ മൂറിക്കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് വെച്ചാണ് കേട്ടോ. നമ്മൾ നല്ല മത്തൻ ചാറും മീൻ പീരറ്റിച്ചതും നമ്മളെ കയ്പങ്ങ ഉപ്പേരിയും കൂട്ടി നമ്മൾ ചോറ് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, ഞാൻ നിർത്തുകയാണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.